പടം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇല്ലുള്ളൂ പടം നല്ല അടിപൊളിയായിട്ടുണ്ട്. അത് ഫ്രണ്ട്സിൻ്റെ കഥ പറയുന്ന ഒരു തമിഴ് പശ്ചാത്തലത്തിൽ ചെയ്യുന്നൊരു പടമാണ്. അതുപോലെ ചതി അതിൻ്റെ കാര്യങ്ങളും വില്ലന്മാരുടെ പെർഫോമൻസും കുറേ കാലത്തിന് ശേഷം മലയാളത്തിലൊരു കൂട്ടുകാരുടെ കഥ പറയുന്നൊരു പടം വന്നിരിക്കുന്നതാണത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് മ്യൂസിക് സായുടെ പറയാനില്ലല്ലോ. സായുടെ ആൾറെഡി ഈ ജാലക്കാരി ഹിറ്റാണ്. മ്യൂസിക്കും ആക്ഷൻസും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലന്മാരുടെ പെർഫോമൻസ് നന്നായിട്ട്. ബാക്കി ഇവരുടെ ആൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, പടം എടുത്തിട്ടുണ്ട്. അല്ല, അങ്ങനെ എനിക്കതിന് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടെ നല്ലൊരു പടമാണ്. സംഭവം കണ്ടോണ്ടിരിക്കുന്നതാണ്. 100 കോടി എത്തുന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല അതിനെ പറ്റി. ബാക്കി എല്ലാവരും കൂട്ടായ്മയിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് നന്നായി എടുത്തിട്ടുണ്ട്. അതിൽ ചതി വഞ്ചന കാര്യങ്ങളെല്ലാം കൂടെ മിക്സായി ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ആക്ഷൻസും വില്ലന്മാരും എല്ലാവരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ടോണ്ടിരിക്കാം, ഒരു നല്ലൊരു പടം കണ്ടോണ്ടിരിക്കാനുള്ള മൂവി നന്നായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ ഷൈനിയൻ ചേട്ടനും ശാന്തനു ചേട്ടനും എല്ലാം കൂടി ഫ്രണ്ട്ഷിപ്പും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ സായി ചേട്ടൻ്റെ മ്യൂസിക്കൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മാസ് സീനും ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതും കൂടാതെ വേറെ കുറേ പടങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മലയാളി ഫിലിം ഇന്ത്യയിൽ നിവിൻ പോളി ചേട്ടനെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാനി ദി ഗ്രാൻഡ്മാറിൻ്റെ മൂവിയിൽ മെയിൻ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഷർഫുദ്ദീൻ ചേട്ടൻ്റെ പുതിയ പടം വരുന്നുണ്ട്, പെറ്റ് ഡിറ്റക്റ്റീവ്. അതിൽ ഷർഫുദ്ദീൻ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പടം മൊത്തത്തിൽ സൂപ്പറാണ്. താങ്ക് യു.